ക്രിസ്മസ് വൈബ് കുറച്ച് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് കുറച്ച് ലൈറ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. എനിക്ക് ക്രിസ്മസ് ഡെക്കറേഷൻസിനേക്കാളും കൂടുതലുണ്ടല്ലോ ക്രിസ്മസ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ലൈറ്റ്സ് കാണാനാണ് കേട്ടോ ഇഷ്ടം. ലൈറ്റ്സിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ടെസ്കോളൊക്കെ പോയി തപ്പിയപ്പോൾ ഫുള്ള് കിട്ടിയത് ബാറ്ററി ഓപ്പറേറ്റഡാണ്. അപ്പോൾ പിന്നെ അതാകുമ്പോൾ ചെറുതും കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ പിന്നെ കിട്ടിയ വഴിക്ക് പിന്നെ വെയിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. അപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഏരിയയാണ് ഞാൻ ലൈറ്റ്സ് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ഒരു പ്ലാൻ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു. അതിനോടൊന്ന് ചുറ്റി നമ്മുടെ ലൈറ്റ്സ് എടുത്തു. സച്ചു ആണെങ്കിൽ എനിക്കത് ഫുള്ളിങ്ങനെ ചുറ്റിപ്പറ്റിയിരിക്കുകയാണല്ലോ, അതൊക്കെ ഒന്ന് റെഡിയാക്കി തരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു പ്ലാൻ സ്റ്റാൻഡ് വേറെ ഉണ്ടായിരുന്നു. അതിനെയും പ്ലാൻ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സും പിന്നെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് ചുറ്റി. പിന്നെ നമ്മുടെ മണി പ്ലാന്റ് വെച്ചിരുന്ന സ്ഥലത്ത് നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ക്രിസ്മസ് ട്രീ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മണി പ്ലാന്റ് ഇപ്പുറത്തോട്ടാണ് വെച്ചത്. എന്തൊക്കെയാണ് ഞാൻ പറയണല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൊത്തത്തിൽ മാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മണി പ്ലാന്റിനെയും കുറച്ചും കൂടി ഒന്ന് ലൈറ്റ്സൊക്കെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ സ്റ്റെയർസിലോട്ടും കൂടി അങ്ങ് വലിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എത്രത്തോളം വലിപ്പം ഉണ്ടെന്നൊന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല കേട്ടോ. ചെയ്തങ്ങോട്ട് പോവുകയാണ്. പോകുമ്പോൾ ഒരു ഐഡിയ വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്ര എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ടേപ്പ് ഒട്ടിക്കാൻ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. കാരണം പെയിൻറ്റും കാര്യങ്ങളും പോയാൽ വെറുതെ എന്തിനാന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് ഡുങ്ങുട് വന്നിട്ട് പറഞ്ഞത് ബ്ലൂ ടാക്ക് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, അത് അവിടെ നിന്നോളൂന്ന്. അപ്പോൾ പിന്നെ അവളും വന്ന് കൂടെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ അവളും ഞാനും കൂടിയിട്ട് അത് ഫുള്ളിങ്ങനെ ബ്ലൂ ടാക്കൊക്കെ ഒട്ടിച്ചു. എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് സച്ചുവാണ്. സച്ചുവിൻ്റെ ഭയങ്കര ഷേക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വീഡിയോ വരുന്നത്. പിന്നെ കുറച്ച് ലൈറ്റ്സ് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കൈവരിമയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഇതാ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതായി കൈവരിലൊക്കെ ഇങ്ങനെയാണ് ഒരു ഏകദേശം ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. എനിക്കിങ്ങനെ നിറച്ചും ലൈറ്റ്സ് ഉണ്ടാവണത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഒന്ന് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് സനോയ് അറിഞ്ഞിട്ടില്ല കേട്ടോ ഈ സാധനം കിട്ടിയതും എന്താ പറയുക ഇത് ചെയ്തോന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം വരുന്നത് നോക്കിയിട്ട്. എന്നാൽ വരുന്ന സമയത്തോ വന്ന് ഞാൻ വാതിൽ ലോക്കൊക്കെ വിളിച്ചു. തൊട്ടപ്പുറത്ത് നമ്മുടെ നൈബർ ഉണ്ടല്ലോ ക്രിസ്മസ് കാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നേ, അത് നോക്കിക്കൊണ്ടാണ് സനോയ് അകത്തോട്ട് കയറി വന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ ഭാഗത്തോട്ടൊന്നും നോക്കൊന്നും കൂടിയില്ല. ഇത്രയും ലൈറ്റ്സ് ഉണ്ടായിട്ട് പോലും ഒന്നും തിരിഞ്ഞ് നോക്കുക പോലും ചെയ്യാണ്ട് നേരതാ അപ്പുറത്തെ റൂമിലോട്ട് പോയി. പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വന്ന ഒരു കാര്യമുണ്ട് അതൊക്കെ പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് വേണ്ടി വന്നു എനിക്കിതൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ വിളിച്ച് വരുത്തി കഴിഞ്ഞതിന് ശേഷമുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം. ഇന്ന് വന്ന് ഇങ്ങോട്ട് കൈയോടെ ആമസോൺ 100 lights, 100 or 300 lights. Very nice. Very good. Is it a blue tack church? Very nice. No, we got blue tack. We just don't have it left. ഈ ലൈറ്റ്സ് ഒക്കെ ഓട്ടിക്കാൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബ്ലൂ ടാക്കിൻ്റെ സ്റ്റോക്ക് മുഴുവൻ തീർന്നുകൊണ്ട് അടുത്ത ദിവസം തന്നെ ബ്ലൂ ടാക്ക് വാങ്ങി തരണം എന്നാണ് കേട്ടോ ബാക്കിലെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നുള്ള ബഹളം.